ഓഫറുകളാണ് ഇപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് ഓഫർ പ്രകാരം നമുക്ക് 9900 നമുക്ക് കസ്റ്റമർക്ക് 9900 ഇങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ ഇതിപ്പോൾ 6 സീറ്റ് വരുന്ന ഒരു സോഫയാണ്. വലിപ്പമുള്ള സോഫ ഇങ്ങനത്തെ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ഇത് 10500 കൊടുക്കാൻ പറ്റും. ഈ സോഫയിലേക്കൊക്കെ വരുമ്പോൾ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഈ സോഫയിലേക്കൊക്കെ വരുമ്പോൾ 15 രൂപ ആ റേഞ്ചിലേക്കാണ്. 15 ഫുൾ ലെങ്ത്തിൽ താഴെ വരെ ഇതിന്റെ കൈ ഇങ്ങനെ പോകുന്നതാണ്. ഓക്കെ, ഇതിന്റെ സ്റ്റിച്ച് വർക്ക് ഡിഫറൻസ് ഉണ്ട്. സ്റ്റിച്ച് വർക്ക് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതും പോക്കറ്റ് സ്പ്രിംഗിൽ തന്നെയാണ് വരുന്നത്. ഓ ശരി. ഇതാവുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓഫറിൽ 7500 7500 കൊടുക്കുന്നത് അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു നോർമൽ ടൈപ്പ് എന്നൊക്കെ മാറി നല്ല രസമുള്ള ഒരു ടേബിളാണ് വരുന്നത്. ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ ഒരു പ്രിന്റ് വരുന്ന ടൈപ്പാണ്. പ്രിന്റ് വരുന്നത് ഇപ്പോൾ മഹാഗണിയിൽ വരുന്ന ടേബിളാണ്. ഇപ്പൊ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് 15900. 15900 സൈസ് എത്രയാ? ഇത് 6.3 സെയിം 6.3. ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫറാണ്. ഇതിപ്പോ നമുക്കൊരു യു ടൈപ്പ് ലെഗ് വരുന്ന മഹാഗണിയിൽ വരുന്ന ഒരു പ്രീമിയം പ്രീമിയം നല്ല രസമുണ്ടല്ലേ? കുറെ ലെയറുകളായിട്ട് ഇങ്ങനെ വരുന്ന ലെയർ ഇങ്ങനെ താജ്മഹലിന്റെ ഒക്കെ പല സ്ഥലത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. നല്ല സൈഡ് ടേബിള്, കട്ടില്, പിന്നെ വാർഡ്രോബ് 3 ഡോർ, ഡ്രസ്സിംഗ് ടേബിൾ മൊത്തം സെറ്റിന് എന്ത് റേറ്റ് വരും? സെറ്റ് 28500 വരും. 28500. നമുക്ക് UV ബോർഡ് വരുന്ന ടൈപ്പ് കുറച്ച് ഗ്ലോസി ഫിനിഷിംഗിൽ വരുന്ന ബോർഡിൽ വരുന്ന ഇതിന് വ്യത്യസ്ത കളറുകൾ നമുക്ക് കിട്ടും. ഗ്രേ, അതുപോലെ തന്നെ ബ്ലാക്ക്, ഗ്രേ, അതുപോലെ തന്നെ നമ്മൾ മാർബിൾ ഫിനിഷിംഗിലുള്ള ഈ ടൈപ്പ് ഈ കളറുകളൊക്കെ റൈപ്പ് ആകുമ്പോൾ ഒരു 18 രൂപ റേഞ്ചിൽ നമുക്ക് 18 രൂപ. ഇതൊക്കെ 18 ആ റേഞ്ചിൽ കസ്റ്റമർ 9800 ആ റേഞ്ചൊക്കെ 9800 ടേബിളും 4 ചെയറും കിട്ടും. അതിന്റെ ഗ്ലാസും അല്ലേ? എന്തൊക്കെ സർവീസുകളായാലും ഇന്റീരിയറിൽ വരിക, ഇന്റീരിയർ ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ഇന്റീരിയറിൽ നമ്മൾ ബെഡ്റൂം സെറ്റ്, ഇപ്പോൾ ഓരോ ലാമിനേഷൻ, അക്രലിക്, വിനിയർ, PVC മേക്ക് ഏതിലും നമ്മൾ ചെയ്യും. അത് മെഷീൻ ടോളിവുഡിലേക്ക് വരുന്ന സമയത്ത് ഇത് ഏതാണ് ആക്സസറീസ് ഒക്കെ വരുന്നത്? സാംസങ്ങിന്റെ ആണ്. ഇതിപ്പോ സാംസങ്ങിന്റെ. അതെ, സാംസങ് നമ്മൾ ഫോണിൽ മാത്രമേ പണ്ട് കേൾക്കുള്ളൂ. ഇപ്പൊ ഐറക്സ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ. നമസ്കാരം, എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് 2024 ഫർണിച്ചർ ഓഫറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഫർണിച്ചർ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഇവിടെ ഇവരുടെ ന്യൂ ഇയർ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ EMI സൗകര്യം, അതായത് തവണ വ്യവസ്ഥയിൽ നമുക്ക് ഫർണിച്ചർ വാങ്ങാനുള്ള ഒരു അവസരം കൂടെയുണ്ട്. എന്തൊക്കെയാണ് ഇവരിവിടെ ഫർണിച്ചറിൽ ഓഫറുകൾ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ മാസം ഫർണിച്ചർ വാങ്ങാനുള്ള ആളുകളെല്ലാം പ്ലേസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. രാമനാട്ടുകരയാണ്. ഐഫ ഡെക്കോർ എന്നുള്ളതാണ് സ്ഥാപനത്തിന്റെ പേര്. നമുക്ക് നോക്കാം 1 by 1 ആയിട്ട് എന്തൊക്കെ ഓഫറുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഷോപ്പിന്റെ ഡയറക്ടർ ഇവിടെ തന്നെ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. ഒന്ന് പേര് പരിചയപ്പെട്ടു. എൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഞാൻ ഈ ഷോപ്പിന്റെ ഒരു ഡയറക്ടർമാരിൽ ഒരാളാണ്. ശരി, നമ്മുടെ ശരിക്ക് ഷോപ്പ് നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെമ്മലപ്പള്ളി എന്ന് പറയുന്ന പള്ളീന്റെ ഒരു കുറെ 100 വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. ആ പള്ളീന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ കവാടം ഉണ്ട്, ആ കവാടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പിന്നെ ഇനിയിപ്പോ ഒന്നും കൂടി അറിയണമെന്നുണ്ടെങ്കിൽ രാമനാട്ടുകര ഫ്ലൈ ഓവർ ഇറങ്ങി വരുമ്പോ അവിടുന്ന് ഒരു 300 മീറ്റർ വന്നാൽ നേരെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. എന്താണ് ഇവിടുത്തെ ന്യൂ ഇയർ ഓഫർ എന്നുള്ള കാര്യം 1 by 1 ആയിട്ടൊന്ന് പറഞ്ഞു. ഓക്കെ, തീർച്ചയായിട്ടും. സോഫ നമുക്ക് ഇവിടെ 9900 മുതൽക്ക് തുടങ്ങുന്നുണ്ട്. 9900. ഇപ്പൊ നമുക്ക് കോർണർ ടൈപ്പ് കാണിക്കാം. ഇങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ ഇതിപ്പോ 6 സീറ്റ് വരുന്ന ഒരു സോഫയാണ്. വലിപ്പമുള്ള സോഫ 6 സീറ്റാണ്. ഒരു ഭാഗത്ത് 3 ആൾക്ക് വെച്ചിരിക്കാം. ഇങ്ങനത്തെ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ഇത് 10500 കൊടുക്കാൻ പറ്റും. 10500 കൊടുക്കാം. ഒരു 11 രൂപയ്ക്ക് താഴെ ഇതേപോലെ വലിയൊരു സോഫ ബേസിക് ആണ്. സിറ്റിംഗ് കംഫർട്ട് ഒക്കെ കുറച്ച് ബേസിക് ആയിരിക്കും. കാരണം ആ ഒരു റേറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇതിലേക്കൊക്കെ വരുമ്പോൾ എന്ത് റേറ്റ് വരും? പിന്നെ ഇതൊരു കോർണർ ടൈപ്പ് സോഫ തന്നെയാണ്. ഇതിപ്പോ നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാട്ടോ നമ്മൾ ഇങ്ങനെ ഇട്ടിക്കുന്നത്. ഈ ടൈപ്പ് ആകുമ്പോൾ 15 രൂപ വരും. 15 കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ബേസിക് ആണെന്ന് അല്ലേ? ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ആണ്. കുറച്ചും കൂടി പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്കണോമി സെഗ്മെന്റിൽ ആ ടൈപ്പ് ഒക്കെ വരുമ്പോൾ ലാസ്റ്റ് നമുക്കൊരു 19500 19500 കൊടുക്കാം. ഇതിലാണെങ്കിൽ ബ്ലൂ കളറിൽ വരുമ്പോൾ 18500 കൊടുക്കാം. 18500 അത്യാവശ്യം കാഴ്ചയുള്ള ഒരു സ്റ്റിച്ചിങ് ഒക്കെ വരുന്നത്. ഇത് ക്ലോത്ത് ഒക്കെ കുറച്ചും കൂടി നല്ല ടൈപ്പ് ക്ലോത്ത് ആണ്. ജൂട്ടിന്റെ ക്ലോത്ത് അല്ല, ജൂട്ടിന്റെ ക്ലോത്ത് ആണ് ഏറ്റവും കുറഞ്ഞ ടൈപ്പിൽ വരും. ഇത് സിറ്റിംഗ് കംഫർട്ട് ഒക്കെ അത്യാവശ്യം ഉണ്ടാവും. അത്യാവശ്യമുള്ള ഒരു 18500 ഒരു മുതലാവുന്ന സാധനമാണ്.
അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നാണ് ഇങ്ങനത്തെ ടൈപ്പ്. ഈ ടൈപ്പ് വരുന്നത് ഒരു 5 സീറ്റ് വരുന്ന സോഫയ. ഇതാവുമ്പോ 13,500 വരും. ഇത് കോർണർ ഉണ്ടാവില്ല, രണ്ട് സൈഡിൽ അല്ല കോർണർ ഉണ്ട്. സ്ഥല സ്പേസ് കൺസേൺ ആണ് നമ്മൾ ഇങ്ങനെ പലതും ഇങ്ങനെ അങ്ങനെ ഇതും 13 സംതിങ്. ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇതിന്റെ ഈ കൈയൊക്കെ കുറച്ചും കൂടി കനം കുറവായിരിക്കും. കുറച്ചുകൂടി സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും. ബാക്കിൽ ഫോം ഒക്കെ കുറച്ചും കൂടി കുറവായിരിക്കും. ഈ ഗ്രീൻ സോഫയ്ക്ക് എന്താ റേറ്റ്? ആ ഗ്രീൻ സോഫയൊക്കെ അതൊക്കെ ആകുമ്പോൾ സൂപ്പർ സോഫ്റ്റ് ഫോമിൽ വരുന്നതാണ്. അതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കംഫർട്ട് ഉണ്ടാവും. ശരി. അതാവുമ്പോ 24 റുപ്യ 24 ചെയ്യാൻ പറ്റും. കുറച്ച് ഒരു ബൾക്കി ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു സോഫയാണ്. പിന്നെ അതിന്റെ സ്റ്റിച്ച് ഒക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ കൈയിന്റെ അവിടെയും അവിടെയൊക്കെ വരുന്ന സ്റ്റിച്ചിങ്ങിലൊക്കെ മാറ്റമുണ്ടല്ലേ? ഈ സോഫയിലേക്കൊക്കെ വരുമ്പോ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഈ സോഫയിലേക്കൊക്കെ വരുമ്പോ 15 രൂപ ആ റേഞ്ചിലേക്കാണ്. 15 ഒരു ബേസിക് സെഗ്മെന്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കുറച്ചും കൂടി ഒരു ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്നത്. അതിന്റെ ഇവിടെയൊക്കെ ചെറിയ ഡിസൈൻ ഉണ്ട്. പിന്നെ അതേപോലെ ഈ ബാഗ് ഇങ്ങനെ ഡബിൾ ബാഗ് ആണ് വരിക. സ്റ്റിച്ചിങ്ങിലൊക്കെ കുറച്ചും കൂടി ഒക്കെ ഒരു വ്യത്യാസം ടൈപ്പ്. ഇത് ഒരു എക്കണോമി റേഞ്ചിലുള്ള സാധനം തന്നെ. ഭയങ്കര ഒന്നും പറയാനില്ല. ഇത് നല്ലൊരു ആവറേജ് ലെവലിലുള്ള ഒരു സാധനം. റേറ്റും നമുക്കൊരു സാധാരണ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ്. നമുക്കൊരു കുറച്ചുകൂടെ സിറ്റിംഗ് കംഫർട്ട് ഉള്ള സോഫകളിലേക്കൊക്കെ പോയാലോ? തീർച്ചയായിട്ടും. നമുക്ക് ന്യൂ ഇയറിന് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു പ്രീമിയം ടൈപ്പ് സോഫയാണ് ഇവിടേക്ക് വരുമ്പോൾ. ഇതൊരു ന്യൂ ഇയറിനിട്ടൊരു ഓഫറാണ്. ഇത് പോക്കറ്റഡ് സ്പ്രിംഗ് സോഫയാണ്. 3 സീറ്റ് ആണ്. ഇതിന്റെ ഇവിടെയൊക്കെ അത്യാവശ്യം ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ലെഗ് ഒക്കെ വരുന്നത് വെറൈറ്റി ലെഗ്, മെറ്റൽ ലെഗ് ആണ് വരുന്നത്. പിന്നെ ഇത് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്. പിന്നെ ഇതിന്റെ ബാക്കിലാണെങ്കിൽ നമുക്ക് ഫോമില് വരുന്നതാണ്. കുറച്ച് നല്ല പ്രൈസ് പറയും. എത്ര പൈസ നിങ്ങൾ കൊടുക്കണം? പ്രൈസ് എന്ന് പറയുന്നത് 18,400 ഇപ്പൊ ഇത് കൊടുക്കുന്നത്. 18,400. പിന്നെ 3 സീറ്റർ ആണ്. ഇതിപ്പോ ഏറ്റവും കുറഞ്ഞ ലെവലിൽ ഒരു 3 സീറ്റർ, ഒരു പ്രീമിയം ടൈപ്പ് 3 സീറ്റർ എടുക്കാന്നുള്ളവർക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ. ഇതിൽ കുറച്ചും കൂടി പൈസ കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു കോർണർ ടൈപ്പ് സോഫ തന്നെ എടുക്കാം. എത്രയ്ക്ക് കൊടുക്കാം? അതാണെങ്കിൽ നമുക്ക് 24,000 കൊടുക്കാം. ഒന്ന് കാണാൻ പറ്റും? തീർച്ചയായിട്ടും. ഇതാണ് നമ്മളുടെ ഞാൻ പറഞ്ഞ എക്കണോമി റേഞ്ചിൽ പ്രീമിയം ടൈപ്പ് സാധനം എക്കണോമി റേഞ്ചിൽ വരുന്ന ഒരു ഇത്. റേറ്റ് വരുന്നത് വരുന്നതെന്ന് പറഞ്ഞാൽ മുന്നേ നമ്മൾ 27,000 ആ റേഞ്ചിൽ കൊടുത്തിരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഓഫർ ആയിട്ട് 24,000. സ്പ്രിംഗ് ആണ്. നല്ല ആക്ഷൻ ഉണ്ട്. പിന്നെ ക്ലോത്ത് നല്ല ടൈപ്പ് ക്ലോത്ത് ആണ്. അക്കാബിന്റെ ഫാബ്രിക്കും ഉപയോഗിക്കാം. അതേപോലെ HRL 2 ഫാബ്രിക്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ പറഞ്ഞത് ബ്രാൻഡുകളുടെ പേരാണ്. അതിൽ പല ഇതും വരുന്നുണ്ട്. അക്കാബിന്റെ തന്നെ നമ്മൾ അതിന്റെ കാറ്റലോഗ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ കാറ്റലോഗിലുള്ള ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. 2 ആളുകൾക്ക് ഇവിടെ ഇരിക്കാം, 3 ആളുകൾക്ക് ഇവിടെ ഇരിക്കാം. കോർണറും വരുന്നുണ്ട്. നമ്മളെ കളർ ചേഞ്ചിന്റെ കാര്യം പറഞ്ഞില്ല. ഈ കാറ്റലോഗ് അനുസരിച്ചിട്ടാണോ കളർ ചേഞ്ചുകൾ നമുക്ക് പറയാൻ പറ്റുക? നമ്മൾ ആ മറ്റേ എക്കണോമി ടൈപ്പ് പ്രീമിയം റേഞ്ചിലുള്ള സാധനം എക്കണോമി റേഞ്ചിന് കൊടുക്കുന്ന ആ സോഫ നമുക്ക് ഈ എല്ലാ കളേഴ്സിലും ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലേ? ഇതിൽ എല്ലാ കളേഴ്സിലും. പിന്നെ അളവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഓരോ കളറിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷ്വലൈസറും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പരിപാടി എന്താ അറിയോ? നമ്മൾ ഈ സാധനം എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ ഇന്റീരിയറിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ കളർ ഉണ്ടാവുക നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? 24,000 നല്ലൊരു ഓഫർ ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇതേ റേഞ്ചിൽ വരുന്ന വേറെ ഏതെങ്കിലും ഒരു മോഡൽ കാണിക്കാൻ പറ്റും? പിന്നെ ഇതിൽ ചെറിയൊരു വേരിയേഷൻ വരുന്ന ഒരു ടൈപ്പ് മോഡലാണ് ഇത്. ഇതാവുമ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ കൈയൊക്കെ ഫുള്ള് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉള്ളിൽ തന്നെ ആയിട്ട് ഇൻക്ലൂഡഡ് ആണ്. മറ്റേതൊക്കെ കൈ സെപ്പറേറ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ടൈപ്പാണ്. ഇത് ഫുൾ ലെങ്ത്തിൽ താഴെ വരെ ഇതിന്റെ കൈ ഇങ്ങനെ പോകുന്നതാണ്. ഇതിന്റെ സ്റ്റിച്ച് വർക്ക് ഡിഫറൻസ് ഉണ്ട്. സ്റ്റിച്ച് വർക്ക് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതും പോക്കറ്റഡ് സ്പ്രിംഗിൽ തന്നെയാണ് വരുന്നത്. ശരി. ഓക്കെ. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇതേപോലെ സിംഗിൾ എടുത്തിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് എല്ലാ സോഫയ്ക്കും ഈ 5 സീറ്റർ വരുന്ന എല്ലാ സോഫയ്ക്കും ഒരു ഫീച്ചറാണ്. പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇതിന്റെ കോർണറിലും ഇതേപോലെ കുഷൻ. അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അതാ വരുന്നത്. ഇതിൽ നമുക്ക് കോർണറിൽ വേണമെങ്കിൽ സ്പ്രിംഗ് തന്നെയാണ്. ഇതിൽ സ്പ്രിംഗ് തന്നെയാണ്. മറ്റേല് അതിങ്ങനെ കോർണറിൽ ഒരു എക്സ്ട്രാ ഒരു ടീപ്പോയ് പോലെ ഇങ്ങനെ മുകളിൽ പൊന്തിച്ച് വെച്ചിട്ട് ചെയ്തതാണ്. ഇതൊക്കെ EMI തരാൻ പറ്റും? EMI ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോ ബജാജ് ഫിനാൻസ് ആണ് ചെയ്യുന്നത്. ബജാജ് ഫിനാൻസിന്റെ അത് മന്ത്ലി EMI ആയിട്ട് അവരെ ബാങ്ക് അക്കൗണ്ട് തന്നെ ഡയറക്റ്റ് കട്ട് ചെയ്ത് പോവുക ചെയ്യാം. എന്തൊക്കെ രേഖകളാണ് വേണ്ടത്? അതിന് രേഖകൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, പിന്നെ ബാങ്കിന്റെ ഫ്രണ്ട് പേജ് കോപ്പി, പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് കോപ്പി. ഈ രേഖയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബജാജിന്റെ സ്റ്റാഫ് ഇവിടെ ഉണ്ട്. അവർ നോക്കിയിട്ട് നമ്മളെ സിബിൽ സ്കോർ ഒക്കെ ബേസ് ചെയ്തിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ അത് ഓരോരുത്തരുടെയും ബാങ്കിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. അതാണ്. പിന്നെ നമുക്ക് അത് കൂടാണ്ട് ഇപ്പോൾ ബാക്കി നമുക്കിവിടെ ഓൾ കേരള ബജാജ് ഫിനാൻസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഉണ്ടാവാറില്ല. ഓൾ കേരള എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പോൾ ഏത് സ്ഥലത്തുള്ള ആളുകൾക്കും ബജാജ് നമുക്ക് ചെയ്യാൻ പറ്റും. അവര് ബജാജുകാർ ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഒരു അവസരം എല്ലാ ഷോപ്പിലും ഉണ്ടെന്ന് തോന്നില്ല. കാരണം അതാത് ജില്ലകളിൽ അവർക്കൊരു ചെറിയ ലിമിറ്റ് ഉണ്ടാവും.
ആ ലിമിറ്റിനകത്തുള്ള കസ്റ്റമർക്ക് മാത്രമേ അവർക്ക് EMI കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അവരെന്നോട് പറയാറുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് മൊത്തം കേരളത്തിലും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. വേറൊരു ഓഫറുള്ള സോഫയിലേക്ക് വരാൻ പറ്റും? തീർച്ചയായിട്ടും. ഓർക്കിഡുകളൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഓർക്കിഡൊക്കെ ഇപ്പോൾ ഇത് നമ്മൾ ഓഫറിൽ ഇട്ടതാണ്. ഇത് നമുക്ക് ഫോറസ്റ്റ് അക്കേഷ്യയിൽ വരുന്നതാണ്, 5 സീറ്റർ ആണ്. ഇത് നമുക്ക് ഓഫറിൽ 15,900 കൊടുക്കാം. 15,900 അല്ലേ? അക്വേഷ്യാണ്. 3 പേർക്ക് ഇവിടെ ഇരിക്കാം, 2 പേർക്ക് ഇവിടെ ഇരിക്കാം അല്ലേ? സെന്ററിൽ ഇതേപോലെ കോർണർ വുഡ് ആണ് വരുന്നത്. ഈ ടീപ്പോയ് ഇതിന്റെ കൂടെ വരുന്നല്ലോ? സെപ്പറേറ്റ് അല്ല, ഇതിന്റെ കൂടെ വരുന്നതല്ല, സെപ്പറേറ്റ് ആണ്. അത് ഫുള്ള് ട്രീറ്റഡ് മഹാഗണിയിൽ വരുന്ന ഒരു ടീപ്പോയ് ആണ്. നല്ല ഭംഗിയുണ്ട്. എന്ത് റേറ്റ് ഉണ്ട് ഇതിന്? ഇത് 5,200 വരും ഈ ടീപ്പോയ്. 5,200 വരും അല്ലേ? മഹാഗണിയാണിത്. ഫുൾ മഹാഗണിയാണ്, ടോപ്പും മഹാഗണിയാണ്. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കാനില്ല. ചെറിയ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിലും കയറിയിരുന്നാലൊന്നും പൊട്ടില്ല. അങ്ങനത്തെ ഇപ്പൊ നമുക്കാണെങ്കിലും കയറി ഇരിക്കാം, അത്രയും ധൈര്യമായിട്ട് ഇരിക്കാനുള്ള അല്ല കേട്ടോ ടീപ്പോയ്. പറഞ്ഞത് മാത്രം ഞാൻ ഇരുന്ന് വിചാരിച്ചിട്ടല്ല. ഈ സോഫയ്ക്ക് എന്ത് റേറ്റ് വരുന്നത്? അത്യാവശ്യം പ്രീമിയം ആണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ വരുന്ന ഒരു പ്രീമിയം ടൈപ്പ് സോഫയാണ്. പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് സോഫ. ഇതിന്റെ ബാക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ റെക്രോൺ ആണ് വരിക, റെക്രോൺ ബാഗ് ആണ് വരിക. ഇരിക്കുന്ന സമയം നല്ല കംഫർട്ട് ആയിരിക്കും. ഇത് ആർട്ടിഫിഷ്യൽ ലെതറിൽ വരുന്നതാണ്. ഇതിൽ പല കളേഴ്സിലും നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഇഷ്ടംപോലെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്. കാറ്റലോഗുകളാണ് ക്യാമറയിലേക്ക് കാണിച്ചു കൊടുക്കുക. ഈ കളേഴ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? നല്ല പ്രീമിയം കളർ ടോണുകളാണുള്ളത്. പ്രീമിയം കളർ ടോൺ ആണ് ഇതിന്റെ. ഈ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അതും നല്ല പ്രീമിയം ക്വാളിറ്റി സാധനമാണ്. സാറ എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഒന്ന് ഇരിക്കുമ്പോഴേ അതിന്റെ ഒരു കംഫർട്ട് അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ വന്ന സമയത്തൊന്ന് ഇരുന്ന് നോക്കിയിരുന്നു. മൊത്തം കാണുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ട് തോന്നുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഈ തൈ സപ്പോർട്ട് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു പോർഷൻ. ബാക്കിയുള്ള സോഫ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു പോർഷൻ നല്ല കൂടുതലായിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പ്രീമിയം സോഫകൾക്ക് തൈ സപ്പോർട്ട് കൂടുതലായിരിക്കും. പിന്നെ ഈ സ്ലാൻഡിങ്ങും നല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലാണ് ഇരുന്നത്. റേറ്റിന്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ അതൊരു പ്രീമിയം റേറ്റ് ആണ്. ഇതൊരു 54,000 ലാസ്റ്റ് വരുന്ന 54 വരും. പക്ഷെ നമുക്കിത് പോവാറുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഇതെന്താ വെച്ചാൽ ആർട്ടിഫിഷ്യൽ ലെതർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ വെള്ളമായി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇത് തുടച്ചെടുക്കാം, അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ വേറെ ഒന്ന് ഇതിന്റെ സ്റ്റിച്ചിനൊക്കെ 5 ഇയർ വാറണ്ടിയും കിട്ടും. ആ റേഞ്ചിൽ നിൽക്കുന്ന ആളുകൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സോഫയാണല്ലേ? ഡൈനിങ് ടേബിളിലൊക്കെ സ്പെഷ്യൽ ഓഫറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ. ഇതിപ്പോ നമ്മള് ഇപ്പൊ ഓഫറിലിട്ട ഒരു ടേബിൾ ആണിത്. ഇത് മഹാഗണി ലെഗ് ആണ് വരുന്നത്. എക്സ് ലെഗ് ആണല്ലേ? റൈറ്റ്. മഹാഗണിയാണ് മരം വരുന്നത്. സൈസ് എത്രയാണ് വരുന്നത് ടേബിൾ? സൈസ് ഇത് 5.3 ആണ് സൈസ് വരുന്നത്. 5.3. പക്ഷേ സ്ലാബിന് കുറച്ചുകൂടി, അതായത് ഗ്ലാസിന് കുറച്ചുകൂടി തള്ളൽ കുറച്ച് പുറത്തേക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഈ എക്സ് ടൈപ്പ് ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആണ് ഇരിക്കുന്ന ആൾക്കാർക്ക്. ഇപ്പൊ മറ്റേത് ഇങ്ങനെ ലെഗ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇരിക്കാനൊരു കംഫർട്ട് കുറവായിരിക്കും. ആ ഒരു കാല് ഇങ്ങനെ ലെഗ് ഇങ്ങനെ തടയുന്ന പോലെ ഒരു ഫീൽ വരും. ഇത് എക്സ് ആകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ഈ ചാട്ടം കൂടുതലാവുന്നുണ്ട്. ഗ്ലാസിന് കുറച്ചും കൂടി ചാട്ടം കൂടുതലാവുന്നുണ്ട്. നമുക്ക് എല്ലാ ഭാഗത്തും ഇപ്പൊ ഈ ചെയർ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇട്ടിരിക്കാം. സൗകര്യങ്ങൾ കൂടുതലാണ്. ഇതാവുമ്പോ ഇപ്പൊ നമ്മൾ ഓഫറിൽ 7,500 7,500 കൊടുക്കുന്നത് അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു നോർമൽ ടൈപ്പ് എന്നൊക്കെ മാറി നല്ല രസമുള്ള ഒരു ടേബിൾ ആണ് വരുന്നത്. ഇത് പൊതുവെ നമ്മൾ ഫ്ലാറ്റിലേക്കൊക്കെ കൂടുതൽ പോലും ഇങ്ങനത്തെ ചെറിയ സ്പേസ് ആണ്, ചെറിയ വീടാണ്, ചെറിയ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സാധനമാണ്. ചെയറിനൊക്കെ എന്ത് റേറ്റ് വരും? ചെയർ ആണെങ്കിൽ ഇതിപ്പോ കുറച്ച് നല്ല ടൈപ്പ് ചെയർ ആണ്. ഇത് 1,550 വാറണ്ടി ഉണ്ടാവും. അക്കേഷ്യന്റെ ഫോറസ്റ്റ് അക്കേഷ്യന്റെ ചെയറാണ്, വാറണ്ടി കൊടുക്കുന്ന ചെയറുകളാണ്. പിന്നെ ഇതിലും കുറഞ്ഞ ടൈപ്പ് ചെയർ ഉണ്ട്. ഇതിലിപ്പോ ഈ സെറ്റിൽ ഇങ്ങനെ ഇട്ടുന്നാണല്ലോ. ഇത് ഇവിടെ ഓഫറിൽ ഇട്ടിരിക്കുന്ന വലിയ ടേബിൾ ആട്ടോ. ഇത് ഏതാ മരം? ഏതാ? ഇത് അക്കേഷ്യയിൽ വരുന്നതാണ്. 6.3 ആണ് ഇതിന്റെ സൈസ്. വലിയ ടേബിൾ 6.3 സൈസ്. ശരിക്കും സൈസ് ഒരു 5.3, 6.3, 5.3, 6.3, അത് കഴിഞ്ഞ് 6.4, പിന്നെ 7.3 അങ്ങനെയാണ് വരിക അല്ലേ? അപ്പൊ 6.3 ശരിക്കും എത്ര? 6 പേർക്ക് ഇരിക്കാം, 2 പേർക്ക് 2 സൈഡിൽ ഇരിക്കാം, 8 പേർക്ക് ടോട്ടൽ. ശരിക്കും ഈ 5.3 പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആണ്. ടേബിൾ 6 സീറ്റർ ടേബിൾ എന്ന് പറയും. ഈ 6 സീറ്റർ ടേബിൾ എന്ന് പറഞ്ഞാൽ 5.3 നമുക്ക് 6 സീറ്റ് ആയിട്ട് തന്നെ ഇരിക്കാം, 6.3 നമുക്ക് 6 സീറ്റ് ആയിട്ട് തന്നെ ഇരിക്കാം. അപ്പോൾ എപ്പോഴും ഒരു കടയിൽ പോയിട്ട് നമ്മളൊരു ടേബിൾ പറയുമ്പോൾ മിനിമം ഒരു സൈസ് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കാണുന്നതായിരിക്കും 6.3. ഇതാണ് അതിന്റെ സൈസ് വരുന്നത്. 3 എന്ന് പറയുന്നത് ഗ്ലാസിന്റെ എൻഡ് ടു എൻഡ് ആണ്. ഗ്ലാസിന്റെ എൻഡ് ടു എൻഡ് ആണ് നമ്മൾ ടേബിളിൽ എപ്പോഴും പറയാം. 6.3 എങ്ങനെ 6 അടി നീളം, 3.5 അടി വീതി വരും. ഗ്ലാസ് ഇതിന്റെ കൂടെ വരുന്നല്ലേ? ഗ്ലാസ് ഇതിന്റെ കൂടെ വരുന്നത്. ഇതിലിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഇപ്പൊ 6 ആൾക്കാർക്ക് ഇങ്ങനെ ആസച്ച് ഇങ്ങനെ ഇരിക്കാം. അത് കൂടാണ്ട് വേണമെങ്കിൽ ഇവിടെ 2 എണ്ണമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇതാവുമ്പോ ടേബിൾ നമ്മൾ 11,500 ഇട്ടിരിക്കുന്നത്. ചെയറിലേക്കൊക്കെ വരുമ്പോൾ ചെയർ ഇത് ഇങ്ങനെ ബെൻഡ്, ഫുൾ ലെങ്ത് ബെൻഡ് ആയിട്ട് വരുന്ന അതിന്റെ ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവുള്ളൂ അല്ലേ? ഇതിന്റെ ബാക്കിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫുള്ള് ബെൻഡ് ആയിട്ട് താഴെ വരെ വരും. ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബാക്കിന് ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബെൻഡ് വരുന്നത്. ചെയർ എന്ത് റേറ്റ്? ഈ ടൈപ്പ് ആവുമ്പോൾ 2,300 വരും. 2,300. ഇങ്ങനത്തെ ടൈപ്പ് അക്കേഷ്യന്റെ 5 ഇയർ വാറണ്ടി
വാറണ്ടിയിലുള്ള ചെയർ. ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ ഒരു പ്രിന്റ് വരുന്ന ടൈപ്പാണ്. പ്രിന്റ് വരുന്ന ടൈപ്പ്. അടിയിൽ ഇത് പ്രിന്റ് വരുന്നതാണ് അല്ലേ അതിന്റെ ബാക്കിൽ? അടിയിൽ ഇപ്പോൾ പ്രിന്റ് വരുന്നതാണ്. ഇതിന്റെ താഴെ എങ്ങനെയാ വെച്ചാല് താഴെ പ്ലെയിൻ ഗ്ലാസിന്റെ മുകളിൽ പ്രിന്റ് വന്നിട്ട് അതിനുശേഷം അതിന്റെ മുകളിൽ വൈറ്റ് കോട്ടിങ് വരുന്നതാണ്. എന്ത് റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ടേബിൾ? ഇതിപ്പോ മഹാഗണിയിൽ വരുന്ന ടേബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് 15,900. 15,900. സൈസ് എത്രയാ? ഇത് 6.3 സെയിം 6.3 15,900 ഇതേപോലെ ഈ പ്രിന്റഡ് ആയിട്ടുള്ള ഗ്ലാസ് വരുന്നു. മഹാഗണിയുടെ ലെഗ് വരുന്നു അല്ലേ? ഇതിന്റെ ലെഗുകളൊക്കെ നിങ്ങൾ നോക്ക്, നല്ല വെറൈറ്റി ആയിട്ടുള്ള ലെഗുകളാണ് ഇവിടെ ഉള്ളത്. നല്ല രസമുണ്ടല്ലേ? സാധാ ടൈപ്പ് ലെഗ് അല്ല, ഒരു ഇങ്ങനെ സ്ലാൻഡിംഗ് ടൈപ്പ് ലെഗ് ആണ് വരുന്നത്. ഇതൊരു കിടിലൻ ഓഫർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ റേറ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ, 15,900. ശരിക്കും നമ്മുടെ ഓഫർ എത്ര കാലത്തേക്ക് ഇവിടെ ഉണ്ടാവും? ഇത് നമുക്ക് ഫെബ്രുവരി 15-ാം തീയതി വരെ കൊടുക്കാൻ പറ്റും. ഫെബ്രുവരി 15 വരെ. ഇത് നമ്മൾ ന്യൂ ഇയറിനിട്ട് ഓഫർ ആണ്. അതിപ്പോ ഫെബ്രുവരി 15 വരെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ. അതേ സമയത്ത് നമുക്ക് കേരളത്തിലെ ഏത് ഭാഗത്തേക്ക് നമുക്ക് ഡെലിവറി കൊടുത്തൂടെ? ഡെലിവറി തീർച്ചയായിട്ടും കൊടുക്കാം. നമ്മൾ ഡെലിവറി കൊടുക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ആ ഭാഗത്തേക്ക് ഒരു ലോഡ് സെറ്റ് ആകുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് കൊടുക്കുക. അത് തീർച്ചയായിട്ടും. ഒരു 15,500 വേണ്ടിയിട്ട് വണ്ടി അവിടെ വരെ പോവാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നടക്കില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യത്തിനെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇവിടെ പോകുന്ന ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേപോലെ കുഷൻ ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ചെയറാണ്. ഫോറസ്റ്റ് അക്കേഷ്യയിൽ വരുന്നതാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ചെയറാണ്. ഇപ്പൊ നമ്മൾ ഓഫറിൽ ഇത് 4,000 രൂപയ്ക്ക് ഇട്ടിട്ടുണ്ട്. 4,000-നാണ് ഇടുന്നത് അല്ലേ? ഈ പ്രീമിയം ഫീൽ വരുന്ന ഐറ്റംസിനൊക്കെ ഓഫർ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എങ്ങനെയാ ഓഫർ വരുന്നത്? ഇതിപ്പോ ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫറാണ്. ഇതിപ്പോ നമുക്കൊരു യു ടൈപ്പ് ലെഗ് വരുന്ന മഹാഗണിയിൽ വരുന്ന ഒരു പ്രീമിയം സാധനമാണ്. നല്ല രസമുണ്ടല്ലേ? കുറെ ലെയറുകളായിട്ട് ഇങ്ങനെ വരുന്നത്. ഇതിന്റെ ഈ ലെയർ ഇങ്ങനെ താജ്മഹലിന്റെ ഒക്കെ പല സ്ഥലത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. നല്ല രസം. ഇങ്ങനെ ലെയർ ആ ആർച്ച് വരുന്ന ആ ഒരു പോർഷനിലാണ്. ഇതിന്റെ കൗണ്ടർ ടോപ്പ് എന്താ ശരി? ഇത് കൗണ്ടർ ടോപ്പ് മാർബിൾ തന്നെയാണ് വരുന്നത്. ആർട്ടിഫിഷ്യൽ മാർബിൾ. നാച്ചുറൽ മാർബിൾ അല്ല, ആർട്ടിഫിഷ്യൽ മാർബിൾ തന്നെയാണ്. ഇതിലിങ്ങനെ ഈ സൈഡ് ഇങ്ങനെ കുറച്ച് കട്ടിയിൽ കൂടുതൽ ചെയ്തിട്ടുള്ളത്. മാർബിളിന്റെ തിക്നെസ് 15 mm ആയിരിക്കും. ഇത് ഏകദേശം 30 mm ഉണ്ട്. രണ്ടെണ്ണത്തിന്റെ കനം ഉണ്ടാവും. ഇതിപ്പോ നമ്മള് 39,500 വരുന്നതാണ്. ഇപ്പൊ നമ്മള് ഓഫർ പ്രൈസ് ആയിട്ട് 31,000 31 രൂപയ്ക്ക്. 31. ഇതിന്റെ മരം എന്താ? ഇത് മഹാഗണി, ട്രീറ്റഡ് മഹാഗണിയാണ്. 31 ഒരു പ്രീമിയം ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, കുറച്ച് സ്റ്റൈലിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ചെയ്യാം. ടേബിളിന്റെ റേറ്റ്. പിന്നെ എങ്ങനത്തെ ചെയർ ആണെങ്കിലും ഇത് ഫുള്ള് മഹാഗണിയിൽ ചെയ്ത ചെയറാണ്. ഫുള്ള് സാധാരണത്തേനെക്കാട്ടും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലാണ് വരിക. ഫുള്ള് ട്രീറ്റഡ് സാധനമാണെങ്കിലും. പിന്നെ അതുകൂടാണ്ട് ഇത് റെക്സിനിൽ ചെയ്തതാണ്, ആർട്ടിഫിഷ്യൽ റെക്സിനിൽ ചെയ്തതാണ്. ഈ ഒരു സൈഡിൽ വെച്ചൊക്കെ കുറച്ച് പ്രീമിയത്തിൽ വരുന്ന ഡൈനിങ് ടേബിൾ സെറ്റുകളാണ് അല്ലേ? 35,000 ഇതിന് റേറ്റ് വരുന്നുണ്ട്. ചെയർ വരില്ലല്ലോ, ടേബിൾ മാത്രം. അതിന്റെ ലെഗുകളൊക്കെ മാർബിൾ ടോപ്പിൽ വരുന്നതാണ്. മാർബിൾ ടോപ്പ്. ഇതിന്റെ താഴെ ബേസ് വരുന്നത് മഹാഗണിയിലാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹൈ ആണ്. 7.3 സൈസ് വരുന്നത്. 7.3 സൈസ്. വലിയ ടേബിൾ. വലിയ ടേബിൾ. ഇതിലേക്കൊക്കെ വരുമ്പോഴൊക്കെ ടോപ്പ് മാർബിൾ തന്നെയാണ്. ടോപ്പ് മാർബിൾ തന്നെ. ഇതിങ്ങനെ യു ടൈപ്പ് ലെഗ് ആണ് വരുന്നത്. ഇതിന്റെ ലെഗ് ഇതേപോലെയാണ് വരുന്നത്. ടൈപ്പ് ആയിട്ട്. ഇതും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തും ഇരിക്കാൻ സൗകര്യമാണ് ഇങ്ങനത്തെ ടൈപ്പ് ലെഗ് ആവും. പിന്നെ അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേബിളാണ് ഇത്. ഇതിലേക്ക് വരുമ്പോൾ ഇതും ഏകദേശം 8 ആക്കോളം ഇരിക്കാൻ പറ്റുന്ന ടേബിളാണ്. ഇതിന്റെ ലെഗിൽ വരുന്ന സമയത്ത് ഒരു ട്രഡീഷണൽ ലെഗ് ആണ്, സ്റ്റൈലിൽ വരുന്ന ലെഗ് വരുന്നത്. അതിലേക്ക് വരുന്ന ചെയർ ആണ് ഇത്, അങ്ങനത്തെ ടൈപ്പ്. ഈ ടേബിളിലേക്കൊക്കെ വരുമ്പോൾ എന്താ ഓഫർ വരുന്നത്? ഈ ടേബിളിലേക്കൊക്കെ വരുമ്പോൾ ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഈ സെഡ് എന്ന് പറയുന്ന ലെഗ് ആണ്. ഇതില് നമുക്കിപ്പോ മാർബിൾ ടോപ്പ് ഇട്ടിട്ട് 27,500 കൊടുക്കാൻ പറ്റും. 27,500. ചെയർ വരും അതിന്റെ കൂടെ? ചെയർ വരില്ല, ചെയർ സെപ്പറേറ്റ്. ഈ ടൈപ്പ് ഇതിങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ചെയർ ആണ്. ഫുൾ മഹാഗണി. ഇപ്പൊ നമ്മള് ഈ കാറിന്റെ റൂഫ് ടോപ്പ് ഒക്കെ കണ്ട പോലെ ഡ്യുവൽ കളറിലാണ്, ഡ്യുവൽ ടോണിലാണ്. ബാക്ക് സൈഡ് ഒരു കളറും ബാക്ക് സൈഡ് ഒരു കളറും ഇന്റീരിയർ വേറെ കളറും. എന്ത് റേറ്റ് വരുന്നുണ്ട്? 7,500 വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ട് 6,100 ആ റേഞ്ചിൽ കൊടുക്കാം. 6,100. അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നൊരു സാധനം. നല്ല പ്രൈസ്. ഇത് ഇതേപോലെ തന്നെ ഞാൻ കണ്ടൊരു സോഫ, നല്ല ഭംഗിയുള്ള സോഫ. ഈ സോഫയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സൈഡിലേക്കൊക്കെ വരികയാണെങ്കിൽ കാണാൻ നല്ല സ്റ്റൈലുള്ള ഒരു സോഫയാണ്. ഗോൾഡൻ ലെഗ് ആണ് ഈ സോഫയ്ക്ക് നൽകിയിട്ടുള്ളത്. എന്ത് റേറ്റ് വരുന്നുണ്ട് സോഫയ്ക്ക്? ഈ ടൈപ്പ് ഒക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ ഓഫറിൽ 38,500 കൊടുക്കാൻ പറ്റും. 38,500 ചെയ്യാൻ പറ്റുന്ന സോഫ അല്ലേ? ഇരുന്ന് നോക്കണം അതിന്റെ കംഫർട്ട് എങ്ങനെയാണ്. പോക്കറ്റ് സ്പ്രിംഗ് തന്നെയാണ്. പോക്കറ്റ് സ്പ്രിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം കംഫർട്ട് ഉണ്ട്. സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം, മറ്റേ പറഞ്ഞ പോലെ ഇവിടെയും സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വേണമെങ്കിൽ ഇരിക്കാം. പിന്നെ ഈ ഹൈറ്റ് ഒക്കെ സെയിം ലെവലിലാണ്. ഇതിനെന്ത് റേറ്റ് വരുന്നുണ്ട്? അതാകുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ടൈപ്പ് ആണ്. ഇതാകുമ്പോൾ 45 രൂപ ആ റേഞ്ചിലേക്ക് വരും. 45 ബാക്കിൽ റെക്രോൺ മാറ്റ് ആണ് വരുന്നത്. ബാക്കിലും നല്ല കംഫർട്ട് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം സെറ്റിലൊക്കെ എങ്ങനെ ഓഫറുകൾ ഉണ്ടോ? ബെഡ്റൂം സെറ്റിൽ ഇപ്പോൾ ഓഫറുകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇറക്കിയ ഒരു ബെഡ്റൂം സെറ്റാണ്. പാർട്ടിക്കിൾ ബോർഡിൽ തന്നെ വരുന്നതാണ്. ഇപ്പോൾ മൈക്കേൻ്റെ ഒക്കെ പോലെ തന്നെയുള്ള
ടൈപ്പ് വരുന്നതാണ്. ഇതാണ് സൈഡ് ടേബിൾ അല്ലേ? ഒരു സൈഡ് ടേബിൾ ആണ് വരിക. സൈഡ് ടേബിൾ, കട്ടില്, പിന്നെ വാർഡ്രോബ്, 3 ഡോർ, ഡ്രസ്സിംഗ് ടേബിൾ മൊത്തം സെറ്റിന് എന്ത് റേറ്റ്? മൊത്തം സെറ്റ് വിത്തൗട്ട് ബെഡ് ആണ് വരിക. ഇത് 28,500 വരും. 28,500. നല്ല സ്റ്റൈൽ ഉണ്ട് അല്ലേ? 28,500 ഒരു പുതിയ പ്രീമിയം ലുക്കിൽ ഇറക്കിയ ഒരു ബെഡ്റൂം സെറ്റ് ആണ്. ഇതൊക്കെ UV ആണോ? UV ഷീറ്റ് ആണ്? ഇതൊക്കെ UV ഷീറ്റ് ആണ്. UV-യിൽ പാർട്ടിക്കിൾ ബോർഡ് സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ UV തരൂലാന്ന് തോന്നുന്നു അല്ലേ? UV ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാറില്ല. പിന്നെ ഇതിന്റെ ഇതൊക്കെ നമുക്ക് ബ്ലാക്ക് മാറ്റ് ടൈപ്പിൽ ചെയ്യുകയാണെങ്കിൽ 26,500 നമുക്ക് കൊടുക്കാം. ബ്ലാക്കിലാണെങ്കിൽ ചെറിയ മോഡൽ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ UV ടൈപ്പ് കാണാൻ സ്റ്റൈല് വൈറ്റും വുഡും വരുമ്പോൾ തന്നെ 28,500 ആണെന്ന് പറഞ്ഞാലും റീസണബിൾ പ്രൈസും ആണ്. ഈ ബെഡിന്റെ കോട്ടന്റെ ഈ ഭാഗമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള രീതിയിൽ വൈറ്റ് ഫിനിഷ് ആണ് നൽകിയിരിക്കുന്നത്. അത് UV ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് അതിന് നൽകിയിരിക്കുന്നത്. വിത്ത് മിറർ വരുന്നു. 3 ഡോറുള്ള വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷൻ വരുന്നു. എന്ത് പ്രൈസ് വരുന്നു പറയോ? ഇതാവുമ്പോൾ നമുക്കിപ്പോൾ 49,000 49 ചെയ്യാൻ പറ്റും അല്ലേ? ഇതിനകത്ത് എന്തൊക്കെ വരുന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സെയിം രീതിയിൽ തന്നെ ഒരു സൈഡ് ടേബിളും 3 ഡോർ വാർഡ്രോബും ഒരു ഡ്രസ്സിങ്ങും അതിന്റെ കോട്ടുമാണ് വരിക. ബെഡ് ഉണ്ടാവില്ലല്ലോ അല്ലേ? ബെഡ് ഉണ്ടാവില്ല. ബെഡ് അതിന് എക്സ്ട്രാ ആണ്. മാട്രസ് നിങ്ങൾക്ക് വേറെ ഇവിടെ സെയിലിനുണ്ടോ? മാട്രസ് തീർച്ചയായിട്ടും സെയിലുണ്ട്. ഏതൊക്കെ ബ്രാൻഡുകളാണ് ഉള്ളത് ഇവിടെ? നമ്മളിവിടെ സ്കൈഫോം ചെയ്യുന്നുണ്ട്, ഫ്ലോറിഡ് ചെയ്യുന്നുണ്ട്, മറ്റേ വമാറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാട്രസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫൈബർ ക്യൂനുള്ള മാട്രസ് ചെയ്യുന്നുണ്ട്. കുറെ ബ്രാൻഡുകളുണ്ട്. നമ്മൾ വുഡൻ അലമാരിയിലേക്കൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു ബെഡ്റൂം സെറ്റിന്റെ ഓഫർ ഉണ്ട് അവിടെ. വുഡൻ അലമാരിയിൽ ഇതിപ്പോ നമ്മൾ ഓഫർ പ്രൈസ് ഇട്ടതാണ്. ഇതാണ് ഓഫർ പ്രൈസ്. 48,000 രൂപയ്ക്ക് 5 ഫീറ്റിന്റെ അൽമാര, ഡ്രസ്സിംഗ് ടേബിള്, കട്ടില്, സൈഡ് ടേബിൾ അല്ലേ? എന്തൊക്കെ ഇത് ഏത് മരമാണ് ചെയ്തിട്ടുള്ളത്? ഇത് ഫോറസ്റ്റ് അക്കേഷ്യയിൽ വരുന്നതാണ്. ഫോറസ്റ്റ് അക്കേഷ്യാണ്. അതിന്റെ ഹെഡ് ബോർഡ് ഇതാണ് വരുന്നത് അല്ലേ? ഇതിന്റെ ഡിസൈൻ മാറ്റം വരുമോ? ഡിസൈനിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. സൈസ് എത്രയാ കട്ടിലെ? ഇത് 6.25 5 ആണ്. ഇതിപ്പോ സെമി ബോക്സ് കട്ടിൽ എന്നാണ് ഇതിന് പറയാ. കാരണം എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ കവറിംഗ് ആയിരിക്കും. ഇതിന്റെ ഇത് നോക്കിയാൽ അറിയാം, എല്ലാ ഭാഗത്തും കവറിംഗ് ആയിരിക്കും. മറ്റേ പഴയ കട്ടിലിന്റെ പോലെ കാലുള്ളിലേക്ക് മാറിയിട്ടുള്ള സ്റ്റൈലല്ല, കുറച്ചുകൂടെ മോഡേൺ സ്റ്റൈലിലാണ്. വരുന്നില്ല. പിന്നെ ഹെഡിലൊക്കെ നല്ല കനത്തിലാണ് ചെയ്തിരിക്കുന്നത്. ശരി. ഹെഡിന്റെ പോർഷൻ എത്ര റേറ്റ് പറഞ്ഞ? 48 നമുക്ക് ഇതൊക്കെ EMI നമുക്ക് കൊടുക്കാൻ പറ്റും. ഏത് സാധനവും നമുക്ക് EMI കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു കിഡിലൻ ബെഡ്റൂം സെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഹെഡ് ബോർഡിന്റെ ഡിസൈൻ നോക്കൂ. നടുവിൽ ഗോൾഡൻ സ്ട്രിപ്പുകൾ വരുന്നു, കുഷൻ വരുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ലൂവറുകൾ കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് ഈ വാർഡ്രോബിലേക്ക് വരുന്ന സമയത്ത് സ്ലൈഡിംഗ് വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. അതിലൊരു ഡോർ എന്ന് പറഞ്ഞാൽ ഫുള്ള് മിററാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇതേപോലെ അക്രിലിക് ആണോ ഇവിടെ വരുന്നത്? അല്ലല്ല, പാർട്ടിക്കിൾ ബോർഡ്. റൈറ്റ്. ഏകദേശം ഇതും ഇതിന്റെ കൂടെ വരുന്നതാണോ? അതും അതിന്റെ കൂടെ വരുന്നത് തന്നെ. ഇത് നമ്മൾ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സൈഡ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്? റൈറ്റ്. ഏകദേശം ഫുൾ സെറ്റിന് എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇത് ഫുൾ സെറ്റിന് നമുക്ക് 1.25 വരും. 1.25 വരും. ടൈപ്പ് സെറ്റ് ആണ്. റൈറ്റ്. 2 സൈഡ് ടേബിൾ വരും അല്ലേ? സാധാരണ ബെഡ്റൂം സെറ്റ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ അതിൽ ഒരു സൈഡ് ടേബിൾ, ഇത് 2 സൈഡ് ടേബിൾ വരുന്ന മോഡലാണ്. കോട്ടിന് സ്റ്റോറേജോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, സ്റ്റോറേജും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വാർഡ്രോബ് തന്നെയാണ്. നമുക്ക് ഇങ്ങനെ സ്ലൈഡിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വാർഡ്രോബ് ആണ്. അപ്പൊ ഇത്രയും സൗകര്യം നമുക്ക് പലപ്പോഴും ഇന്റീരിയറിലാണ് ഇങ്ങനത്തെ വാർഡ്രോബുകൾ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ ആ ലെവലിൽ ചെയ്തു വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് അല്ലേ? ഈ ഒരു സ്റ്റാൻഡിങ് മിറർ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഭയങ്കര റേറ്റ് വരുമോ? ഭയങ്കര റേറ്റ് ഒന്നും വരില്ല. ഇതിപ്പോ നമ്മള് ഫുള്ള് മഹാഗണിയിൽ ചെയ്ത ഇങ്ങനെ ഫുൾ സ്കാപ്പ് ആയിട്ടുള്ള ഒരു മിററാണ് ഇത്. നമുക്ക് ഡിസ്കൗണ്ട് വെച്ചിട്ട് ഏകദേശം 8,000 രൂപീസ്. 8,000? കുറച്ച് കൂടുതലല്ലേ? കുറയാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാൻ പറ്റുന്ന സ്ഥിരമായിട്ടാണ്. അതാണ്. പിന്നെ പലരും ഇത് പാർട്ടിക്കിൾ ബോർഡിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ട്രീറ്റഡ് മഹാഗണിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത്. പിന്നെ ഇതിനെന്താ വെച്ചാല് പ്രത്യേകമായിട്ട് ഇതിന് വേറെ നിൽക്കാൻ വേറെ ഒന്നും വേണ്ട. ഇതിന്റെ ബാക്കിൽ തന്നെ സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ ആ സ്റ്റാൻഡ് വെച്ച് നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിൽ എവിടെയാ വേണ്ട വെച്ചാൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഐഫയുടെ ഷോറൂമിൽ റെഡിമെയ്ഡ് ഫർണിച്ചേഴ്സ് മാത്രമല്ല കേട്ടോ, കസ്റ്റമൈസ്ഡ് ആയിട്ടും അവർ ചെയ്തു തരും. അതായത് നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള സൈസിൽ ഇവരുടെ തന്നെ ഫാക്ടറിയിലാണ് അധിക ഫർണിച്ചറും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ട അളവിൽ അവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫർണിച്ചറുകൾ ചെയ്തു തരും. ഇപ്പോൾ ഫർണിച്ചർ മാത്രമല്ല, അവരുടെ എല്ലാ ഷോറൂമുകളിലും ഇതേപോലെ ഇൻറ്റീരിയർ സർവീസ് കൂടെ അവർ ആരംഭിക്കുന്നുണ്ട്. ഞാനതൊന്ന് പരിചയപ്പെടുത്തി തരാം. ഫൈസ് ഭായ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, ഈ കൺസെപ്റ്റ് എന്താണ് ഐഫയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. നമ്മളിപ്പോൾ ബെഡ്റൂം, കിച്ചണ്, വീടിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻറ്റീരിയറിൽ നമ്മളിപ്പോൾ എല്ലാവർക്കും കിച്ചൺ കാണണം, ഡയറക്റ്റ് കാണണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും. ബെഡ്റൂം സെറ്റ് ആണെങ്കിൽ നമുക്ക് അത്രയും മോഡൽസ് ഒക്കെ പല അത്രയും മോഡലുകൾ വരും. ഇതിൽ ലാമിനേഷൻ ചേഞ്ചുകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു സാമ്പിള് നമ്മളിപ്പോ ഇവിടെ ഷോറൂമിൽ സെറ്റ്. അതായത് ഫർണിച്ചർ മാത്രമല്ല, ഇനി വീടിന്റെ അകത്തുള്ള ഇന്റീരിയർ വർക്ക് കൂടെ ഐഫ
അതെ എല്ലാം ഉണ്ട്. ആ ഒരു രംഗത്തോടെ ഇടയ്ക്ക് വരികയാണ് അല്ലേ? അതെ അതെ, നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഒരു 5 വർഷത്തോളം ഏകദേശം ആയിട്ടുണ്ട്. എല്ലാ ഷോറൂമിലും നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി ഉണ്ടോ? ഇല്ല, ഇപ്പൊ പുളിക്കൽ ഷോറൂമിലും ഇവിടെയാണ് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ഇനി ഓരോ ഷോറൂമിൽ ആഡ് ആയിട്ട് വരുന്നുണ്ട്. എന്തൊക്കെ സർവീസുകളായാലും ഇന്റീരിയറിൽ വരിക, ഇന്റീരിയർ ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ഇന്റീരിയറിൽ നമ്മൾ ബെഡ്റൂം സെറ്റ്, ഇപ്പോൾ ഓരോ ലാമിനേഷൻ, അക്രലിക്, വിനിയർ, PVC മേക്ക് ഏതിലും നമ്മൾ ചെയ്യും. അത് മെഷീൻ പ്രസ്സിംഗ് ആണ് നമ്മളത് വരുന്നത്, അല്ലാതെ കൈ കൊണ്ട് ഒട്ടിച്ചിട്ട് ചെയ്യുന്ന മെത്തേഡല്ല. ശരി. അതുപോലെ തന്നെ ഇന്റീരിയർ എല്ലാ സംഭവങ്ങളും ഇതിന്റെ ഡിസൈൻ നിങ്ങൾ ചെയ്തു തരുമോ? 3D 2D അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങി. ആദ്യം സൈറ്റ്, ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അവർക്കൊരു കൺസൾട്ടേഷനും 2D 3D ഡിസൈനിങ്ങും എല്ലാം കൂടെ ഒരു ഇതായിട്ടാണ് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ വർക്ക് കംപ്ലീറ്റ് ഒരു ഇന്റീരിയർ ഫേം ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കും. എല്ലാം ചെയ്തു കൊടുക്കും. അതിന്റെ കൂടെ നമുക്ക് ഫർണിച്ചറും ഇവിടുന്ന് വാങ്ങാൻ, കസ്റ്റമൈസ് ചെയ്യാം. അതെ അതെ. മാത്രമല്ല നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഒരു സൈറ്റ് ചെയ്തത് 5 BHK വീട് കംപ്ലീറ്റ് വർക്ക് ചെയ്തത് 25 ദിവസം കൊണ്ടാണ്. അതെന്തുകൊണ്ടാ വെച്ചാല് നമ്മളെ ഫാക്ടറിയിൽ കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ട് പീസായി കൊണ്ടുപോയി അവിടെ ജോയിന്റിങ് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ മാത്രം അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഇവരുടെ ഫാക്ടറിയിലൊക്കെ പോയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള ഫാക്ടറി ഇവർക്കുണ്ട്. മരത്തിന്റെ ഫർണിച്ചർക്ക് വേറെ ഫാക്ടറിയാണ്, സോഫയ്ക്ക് വേറെ ഫാക്ടറിയാണ്, ഇതേപോലെയുള്ള വർക്കുകൾക്ക് വേറെ ഫാക്ടറിയാണ്. അങ്ങനെയുള്ള സെറ്റപ്പുകളാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് പറയാം. എന്തൊക്കെയാണ് കബോർഡുകളൊക്കെ വേണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന? ഇത് ബേസ് മെറ്റീരിയൽ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഡിസ്പ്ലേ ആയതുകൊണ്ട് നമ്മളിപ്പോ മെയിൻ ചെയ്യുന്ന മറൈൻ പ്ലൈവുഡ്, അതുപോലെ തന്നെ WPC, മൾട്ടിവുഡ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന WPC ആണ്. WPC തന്നെ ബ്രാൻഡുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഏത് ബ്രാൻഡാണ് നിങ്ങൾ? തോംസൺ ഉപയോഗിക്കുന്നുണ്ട്, ഷേൽവുഡ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഓക്സി വുഡ് ഫ്രെയിം. ഓരോ പ്രൈസ് കാറ്റഗറി ആണ് അത്. ഷീറ്റിന് വ്യത്യാസമുണ്ട്. ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ട് ഓരോന്നിനും റേറ്റ് കൂടും. പക്ഷേ പ്ലൈവുഡ് 710 വരുന്ന ഏത് ബ്രാൻഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? റോജന്, ഗ്രീന്, സെഞ്ചുറി, ഇങ്ങനെയുള്ള നല്ല ബ്രാൻഡുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതേപോലെ കിച്ചണിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഇതിന്റെ ആക്സസറീസ്. ആ ആക്സസറീസിന്റെ ബ്രാൻഡുകളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ആക്സസറീസ് നമ്മൾ ഹെറ്റിച്ച്, ഹാഫ്ലെ, സാംസങ്, ഈ 3 ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്. പ്രീമിയത്തില് ഹാഫ്ലെയും ഹെറ്റിച്ചും മാത്രമാണ് ഉപയോഗിക്കല്. അതെ അതെ അതെ. നമുക്കെന്താ വെച്ചാൽ ഹെറ്റിച്ചൊക്കെ അത്രയും ഗ്യാരണ്ടി സർവീസ് ആണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവര് അത്രയും റേറ്റ് പ്രൈസ് കുറച്ച് കൂടുതലാണ്, പക്ഷെ നല്ല സർവീസ് കാര്യങ്ങൾ തരും. ടോളിവുഡിലേക്ക് വരുന്ന സമയത്ത് ഇത് ഏതാണ് ആക്സസറീസ് ഒക്കെ? ഇത് സാംസങ്ങിന്റെ ആണ്. ഇതിപ്പോ അതെ, സാംസങ് നമ്മൾ ഫോണിൽ മാത്രമേ പണ്ട് കേൾക്കുള്ളൂ. ഇപ്പൊ ഐറക്സ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഒറിജിനൽ കൊറിയൻ ആക്സസറീസ് ആണ് ഇത് കേട്ടോ. ഇതിൽ വരുന്നത് ഇത് സൈഡ് ഗ്ലാസ് വരുന്ന ഫിനിഷ് ആണ്. അതെ അതെ അതെ. അതിപ്പോ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഗ്ലാസ് ഫിനിഷ് വരുന്ന ആക്സസറീസുകൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഓട്ടോമാറ്റിക് സെൻസർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അഥവാ ഇത് ക്ലോസ് ആവുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആവും. അതേപോലെ തന്നെ അടി കൂടെ ഒക്കെ സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ലാമിനേഷൻ ഒക്കെ അക്രിലിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ അക്രിലിക്കിലാണ് ചെയ്തിട്ടുള്ളത്. എത്ര കളർ വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്? ഇഷ്ടംപോലെ കളർ വേരിയൻസ് ഉണ്ട്. നമ്മുടെ അടുത്ത് കാറ്റലോഗ് ഉണ്ട്. ഈ കാറ്റലോഗ് കാണുന്ന കളേഴ്സ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് കളറും ചെയ്യാം. റൈറ്റ്. നിങ്ങൾക്ക് ഈ രാമനാട്ടുകാർ ഷോറൂമിൽ വന്നാലേ ഫർണിച്ചറും കാണാൻ സാധിക്കും, ഇതേപോലെ ഇന്റീരിയറിന്റെ ഒരു എൻക്വയറി എടുക്കാനും സാധിക്കും. നമുക്ക് കൊട്ടേഷൻ കൊടുത്തൂടെ? അത്യാവശ്യം ഇപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ള റഫ് കൊട്ടേഷൻ കൊടുക്കാൻ പറ്റും. കൗണ്ടർ ടോപ്പിന്റെ കാര്യമൊക്കെ എന്താ ചെയ്യുക? അപ്പൊ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇതേപോലെ വേണമെന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കൊറിയൻ ടോപ്പാണ്. 6mm കൊറിയൻ ടോപ്പാണ്. അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ് ഇത്രയും ഫിനിഷിങ്ങിൽ കിട്ടുന്നത്. അഡ്ജസ്റ്റ് ഇല്ലാത്ത രീതിയിൽ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാമിനേഷൻ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ ഇടുന്ന അതേ ടൈലോ നാനോവൈറ്റോ എന്താണെങ്കിലും യൂസ് ചെയ്തു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാം. ഇതിപ്പോ വിക്കർ ബാസ്ക്കറ്റ്, ഇത് നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഒക്കെ കേടാവാതെക്കാനാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എപ്പോഴും. ബാംബു ബാസ്ക്കറ്റ്. ഇത് ഹെറ്റിച്ചിന്റെ ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അത് പ്ലാസ്റ്റിക് വരുന്നുണ്ട്, പക്ഷെ ഇത് ബാംബു ആണ്. പിന്നെ ഇതിപ്പോ ഉപയോഗിക്കുന്ന പൊസിഷന് ശരിക്കും പറഞ്ഞാൽ ഹോബിന്റെ അടുത്താണ്. എപ്പോഴും എടുക്കാനും അങ്ങോട്ട് വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഇപ്പോ കിച്ചൺ മിഡ്വേ സിസ്റ്റം എന്ന് പറയും. അഥവാ നമ്മൾ പണ്ടൊക്കെ ഓപ്പൺ റാക്കുകൾ കൊടുക്കുമല്ലോ, ഇതേപോലെ അടിയിലിങ്ങനെ. അതിന് പകരമായിട്ടുള്ളതാണ്. ഇതിൽ സ്പൈസസ്, ചെറിയ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടെയും ഓയിൽസ് എല്ലാം അങ്ങനത്തെ നമ്മൾ കിച്ചണിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ടവൽ, ടിഷ്യൂ ടവലൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതിൽ സിങ്കും ബാക്കിയുള്ള ഹുഡ് ആൻഡ് ഹോബ് ഒക്കെ സെപ്പറേറ്റ് കോട്ട് ആയിരിക്കും അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചൂടെ? അതെ, വെക്കാം. ഏത് ബ്രാൻഡ് വേണമെങ്കിലും. ഇതിപ്പോ ഓരോ വീടിന്റെ സൈസും വ്യത്യസ്തമാണ്. ഇപ്പൊ 100% വ്യത്യസ്തത. പിന്നെ ആക്സറീസും പല കസ്റ്റമർക്കും പല ആക്സറീസാണ് വേണ്ടത്, പല ബ്രാൻഡുകളാണ് വേണ്ടത്. അത് എന്തായാലും ആക്സറീസും സൈസും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക.
എന്തായാലും ഞാൻ ചോദിക്കട്ടെ, ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്തൊരു പ്ലാന് തന്നു കഴിഞ്ഞാൽ ഒരു റഫ് കോട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. കേരളത്തിൽ എല്ലായിടത്തും നിങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റും. ഓൾ കേരളം, ബാംഗ്ലൂർ, ചെന്നൈയിൽ ഇപ്പോൾ നമ്മൾ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഷോറൂമിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. എന്നാലും ഞാനൊരു ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കട്ടെ, ഒരു പൊതുവെ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് കിച്ചന്റെ ഇപ്പൊ WBCയിൽ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് പറഞ്ഞാൽ 2 lakh ആണ്. 2 lakh നല്ല അതില് ഒരു കട്ട്ലറി, പ്ലേറ്റ്, പ്ലെയിന്, ആക്സറീസ് 4 ആക്സറീസ് ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള നമ്മളെ ഷട്ടർ, ഡോറ്, അതില് എല്ലാം ഉണ്ടാവും. ഈ കൗണ്ടർ ടോപ്പും വാൾ ടൈലും അല്ലാത്ത സ്വാഭാവികമായിട്ട് ഇത് കൗണ്ടർ ടോപ്പ് ഒക്കെ പാർട്ടി തന്നെ ചെയ്യാൻ സെപ്പറേറ്റ് സിങ്ക്, ഹോം ഒക്കെ പാർട്ടി തന്നെയാണ് എടുക്കുക. കാരണം അതെന്താ വെച്ചാൽ അതിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ആണ്. നിങ്ങളുടെ പരിപാടികളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. നമ്മൾ ഹൈഫ ഡെക്കോറിൽ ഇങ്ങനെ ഒരു പുതിയ ഫീച്ചർ കൂടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ആവശ്യമുള്ള ആളുകളൊക്കെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഈ സോഫകളൊക്കെ ഈ പറഞ്ഞ എക്കണോമിക്കൽ റേഞ്ചിൽ വരുന്ന അതെ. ഈ സോഫകളൊക്കെ നമുക്ക് ഏകദേശം 14,500 റേഞ്ചിൽ വരുന്ന സോഫകളാണ്. ഇപ്പൊ നമുക്ക് കസ്റ്റമർക്ക് ഓഫർ പ്രകാരം 9,900 നമുക്ക് കസ്റ്റമർക്ക് 9,900 3 സീറ്റ് 2 സിംഗിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ തിരിച്ച് നമുക്ക് കോർണർ ടൈപ്പിലാണ് അങ്ങനെ ചെയ്യാം. ഇവിടെ എന്താ ഫ്ലവർ പോട്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കോർണർ ബോക്സ് ആയിട്ടൊക്കെ ചെയ്യാം. ഒരു ഓഫീസ് സ്പേസ് ഒക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചെയ്യാം. സിറ്റിംഗ് കംഫർട്ട് ഒന്നും ഭയങ്കര സിറ്റിംഗ് കംഫർട്ട് എന്നല്ല, നോർമൽ സിറ്റിംഗ് കംഫർട്ട് ആണ്. ജൂട്ട് ക്ലോത്ത് ആണ്. പ്രൈസ് റേഞ്ചും ആ ലെവലിലാണ് വരുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് ഇവിടെ വരുന്ന ഒരു സോഫയാണ്. 9,900 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ 3 സീറ്റ് വേണമെങ്കിൽ അതും ചെയ്യാം. 4,900 റേഞ്ച് തൊട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. 3 സീറ്റ് മാത്രം. കളർ ചേഞ്ച് വേറെ കിട്ടും. കളർ ചേഞ്ച് വേറെ കിട്ടും. വേരിയേഷൻ ഉണ്ട്. നമുക്ക് കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് അത് ചെയ്യുകയും ചെയ്യാം. നമുക്കിപ്പോൾ ബെഞ്ചുകൾ എന്ന് പറഞ്ഞാൽ 4,500 റേഞ്ചിലുള്ള ബെഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെ മരങ്ങളാണ്? മരങ്ങൾ നമ്മൾ അക്കേഷ്യ, മാഗണി, അതുപോലെ തന്നെ തേക്ക്, റബ്വുഡ്, അങ്ങനെ എല്ലാ മെറ്റീരിയലും വരുന്നുണ്ട്. മാഗണിയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ട്രീറ്റഡ് മാഗണിയിൽ വരുന്നതാണ്. ഇത് കർവൊക്കെ ഉള്ള രീതിയിൽ ബെഞ്ച് ടൈപ്പിൽ വരുന്നത്. ബെഞ്ചുകളുടെ സെക്ഷനാട്ടോ ഈ ഭാഗം മൊത്തം ബെഞ്ചുകളാണ് നൽകിയിരിക്കുന്നത്. മാട്രസുകൾക്കൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എത്രയാണ്? സ്റ്റാർട്ടിംഗ് റേഞ്ച് ഏകദേശം 4,500 റേഞ്ചിലൊക്കെ തുടങ്ങുന്നുണ്ട്. അത് കയറാണോ? കയർ മാട്രസുകൾ കുറച്ചുകൂടെ മെഡിക്കേറ്റഡ് മാട്രസുകൾ വരുന്നുണ്ട്. ഇതൊക്കെ മെഡിക്കേറ്റഡ് മാട്രസിൽ വരും. അതൊക്കെ ഏകദേശം ഇതിപ്പോ നമുക്ക് ആ തിക്നെസ്സിനനുസരിച്ചാണ് ഇതിന്റെ റൈറ്റ് കാര്യങ്ങളൊക്കെ 4 ഇഞ്ച് 6 ഇഞ്ച് 8 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ച് 6 ഇഞ്ച് അങ്ങനെ 5 ഇഞ്ച് തൊട്ടാണ് കാര്യമായിട്ട് തുടങ്ങുന്നത്. മെയിനായിട്ട് 4 ഇഞ്ചിലും ഉണ്ട്. ആ രീതിയിലാണ് വരുന്നത്. പിന്നെ ബോണൽ സ്പ്രിംഗ് മാട്രസുകളൊക്കെ വരുന്നുണ്ട്. മാട്രസിൽ ഓഫറുകളും മാട്രസിൽ ഓഫറുകളുണ്ട്. നമ്മളിപ്പോ ഒരു ബെഡിനുള്ള രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ബെഡുകൾ അതേ MRP എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ബെഡ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. MRP വരുമ്പോൾ 16,650 വരും. അപ്പോൾ ഒരു ബെഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ബെഡും കൂടെ അതിന്റെ കൊടുത്ത് ബൈ വൺ ഗെറ്റ് വൺ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ ഇടുന്ന വുഡൻ ചെയർസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എന്ത് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഏകദേശം 2,500 റേഞ്ചിലാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച്. 2,500 അതിന് അക്കേഷ്യയിൽ വരുന്നതാണ്. ഇതാണ് അതിന്റെ ഡിസൈൻ. 2,500 അക്കേഷ്യയുടെ ചെയറുകളാണ് വരുന്നത്. പിന്നെ നമുക്ക് മാഗണിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ റബ്വുഡിൽ, തേക്കില് ഇതൊക്കെ മാഗണിയിൽ വരുന്നത്. മാഗണിയാണ് വരുന്നത്. അറിയാൻ കഴിയില്ല. അത്രയും നല്ല പോളിഷാണ് വരുന്നത്. കട്ടിലേക്കൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഓഫർ വരുന്നത്? കട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കട്ടിലും ബെഡും കൂടെ ഒരു ഓഫർ ഇട്ടതാണ്. ഇത് ഏകദേശം നമുക്ക് 18,500 വരുന്ന ഒരു കട്ടിലും ബെഡും കൂടെ വരുന്ന. നമ്മളിപ്പോൾ സ്പെഷ്യൽ ഓഫറായിട്ട് 13,800 കസ്റ്റമർക്ക് കൊടുക്കുന്നത്. 13,800 ബെഡും കിട്ടും അതിൻ്റെ അകത്ത്. ബെഡ് ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാലോ. കട്ടിൽ മാത്രമാണെങ്കിലോ? കട്ടിൽ മാത്രമാണ് നമുക്ക് ഒരു 9 രൂപ റേഞ്ചിൽ അതും ചെയ്യാം. 9 രൂപ. അക്കേഷ്യ സൈസ് എത്രയാ? സൈസ് 6.4 5 ക്യൂൺ സൈസ് വരും 75-60 വരുന്നത്. ഓക്കെ. ദിവാൻ കോട്ട് എന്ത് വിലയുണ്ട്? ദിവാൻ കോട്ടുകളാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് തുടങ്ങുന്നത് 3,900 സ്റ്റാർട്ടിംഗ് റേഞ്ചുകൾ. ഇതൊക്കെ 3,900 റേഞ്ചിൽ വരുന്നത്. പിന്നെ നമുക്ക് തേക്കിൽ വരുന്നുണ്ട്, അക്കേഷ്യ, അങ്ങനെ പല റേഞ്ചിലുള്ള റബ്വുഡിലൊക്കെ അതിന്റെ റേറ്റിന്റെ വേരിയേഷൻ. വാർഡ്രോബ് മാത്രം വരുമ്പോഴോ അലമാര മാത്രം? വാർഡ്രോബ് ആകുമ്പോൾ നമുക്ക് ഇപ്പൊ 2 ഡോർ വാർഡ്രോബ് സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത് 5,400 റേഞ്ചിലാണ് സ്റ്റാർട്ടിംഗ്. 5,400. അതിന്റെ അടുത്ത കുറച്ചും കൂടെ വലിപ്പം കൂടി ടൈപ്പ് വരുമ്പോൾ 6,500 റേഞ്ചിൽ വരും. ഇതൊരു 5.5 ഫീറ്റേ വരുന്നുള്ളൂ. ഹാൻഡിലൊക്കെ മാറ്റണ്ട്, ഉള്ളിലെ സൗകര്യങ്ങളൊക്കെ മാറ്റണ്ട്. പിന്നെ ബോർഡും കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ബോർഡ് അത് വരും. ലാമിനേറ്റ് ചെയ്ത് വരുന്ന സൗകര്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ ഇതിന്റെ 3 ഡോർ ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ഏകദേശം 8,900 റേഞ്ചിൽ. ഇത് 3 ഡോർ ആണ്. അതിന്റെ കൂടെ ഒരു മിററും ഉണ്ട്. ഇതിൽ നല്ലൊരു ഹാങ്ങിങ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട് നമുക്ക്. അല്ലേ ആ രീതിക്ക് വലിയൊരു ഹാങ്ങിങ് സ്പേസ് കിട്ടും. ഇത് 8,900 ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമർക്ക്. 8,900 വാർഡ്രോബ് ചെയ്യാം. പിന്നെ വ്യത്യസ്ത ഓഫറുകളുള്ളതാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല 9,900 റേഞ്ചിലാണ്. 9,900. ഇതിന്റെ ഡോറിന്റെ ഫിനിഷ് ഒക്കെ നോക്ക്, നല്ല ഭംഗിയുള്ള ഫിനിഷ്. ഇതിപ്പോ നമ്മൾ സ്പെഷ്യൽ ഓഫർ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ വൈറ്റ് കളറിൽ അതിന്റെ ലാമിനേറ്റ് നല്ല സൗകര്യമുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നു. നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്ന രീതിയിൽ. വലിയ റേറ്റും വരുന്നില്ല. 9,900. സ്പെഷ്യൽ ഓഫർ. ഇതിന്റെ എഡ്ജുകളൊക്കെ എഡ്ജ് ബാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ വരുന്നത് നമുക്കിത് സെൻട്രലിൽ ഡ്രസ്സിങ് ഇത് മിററൊക്കെ സെപ്പറേറ്റ് തന്നെ സെൻട്രലിൽ വരുന്നത്. ഇപ്പോൾ കണ്ണാടീൻ്റെ ആവശ്യം വരുന്നില്ല. ഇതാകുമ്പോൾ നമുക്ക് വരുന്നത് ഇതാ 11 ഉറുപ്പ്യ റേഞ്ചിലാണ്. 11 റേറ്റ്. വാർഡ്രോബിന്റെ റേറ്റുകളൊക്കെ ഈ കാണുന്ന രീതിയിലാണ് റേറ്റുകളൊക്കെ പോകുന്നത്. ഇതിനൊക്കെ എന്താ റേറ്റ് ആണ്? നല്ല ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ആക്ഷൻ്റെ കുറച്ച് പ്രീമിയം ടൈപ്പിൽ വരുന്നതാണ്. ഇത് നമ്മൾ 2 പീസാണ് വരുന്നത്. നമ്മൾ ഇന്ത്യയിലെ കൺസെപ്റ്റ് കണക്കാക്കിയിട്ടുള്ള ഒരു ഐറ്റം വരുന്നത്. രണ്ടെണ്ണത്തിന്റെ 2 പീസുകളാണ് വരുന്നത്. ഇതേപോലെ കുറച്ചുകൂടെ ഒരു ഭംഗിയുള്ള ടൈപ്പിലേക്കൊക്കെ വരികയാണെങ്കിലോ നമുക്ക് UV ബോർഡ് വരുന്ന ടൈപ്പ് കുറച്ച് ഗ്ലോസി ഫിനിഷിംഗിൽ വരുന്ന ബോർഡിൽ വരുന്നത്. ഇതിന്റെ ഹാൻഡിൽ അതുപോലെ തന്നെ എല്ലാതും ലോക്ക് കാര്യങ്ങളൊക്കെ നല്ല പ്രീമിയം ലെവലിൽ വരുന്നതാണ്. ഹാങ്ങിങ് സ്പേസ് കുറഞ്ഞ രീതിയിലും ബാക്കി ഫുള്ള് തട്ടുകളാണ് ഇതിൽ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഷെൽഫുകളാണ്. ഇതിന് വ്യത്യസ്ത കളറുകൾ നമുക്ക് കിട്ടും. ഗ്രേ, അതുപോലെ തന്നെ ബ്ലാക്ക്, ഗ്രേ, അതുപോലെ തന്നെ നമ്മൾ മാർബിൾ ഫിനിഷിങ്ങിലുള്ള ഈ ടൈപ്പ് ഈ കളറുകളൊക്കെ റൈപ്പ് ആകുമ്പോൾ ഒരു 18 രൂപ റേഞ്ചിൽ നമുക്ക് 18 റേഞ്ചിൽ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്. കിച്ചണിലൊക്കെ നൽകുന്ന ടേബിളുകൾക്ക് എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇതാകുമ്പോൾ നമുക്ക് 9,800 ആ റേഞ്ചൊക്കെ ലാസ്റ്റ് 9,800 ടേബിളും 4 ചെയറും കിട്ടും. അതിന്റെ ഗ്ലാസ്സും അല്ലേ? ഓക്കെ. ഈ ഒരു അത്യാവശ്യം സ്പേസ് കുറവുള്ള കിച്ചണിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന 10 രൂപേൻ്റെ താഴെയുള്ള ഒരു കിച്ചൺ ടേബിളാണ്. അതിന്റെ തന്നെ കുറച്ചുകൂടെ വലിയ മോഡൽ അവിടെ വരുന്നുണ്ട്. ഇത് വുഡ് വേറെയാണോ? വുഡ് റബ്വുഡിൽ വരുന്നത്. റബ്വുഡാണ്. കുറച്ച് കോസ്റ്റ് ഇതിന് കൂടുതലാണ്. അതിന്റെ കുഷനും കാര്യങ്ങളൊക്കെയാണ് അതിന് സീറ്റ് വരുന്നത്. ചില ആർട്ടുകൾ ഇവിടെ ഉണ്ട് അല്ലേ? ഇതൊക്കെ സെയിലിന് വരുന്നല്ലേ? ഇതൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്തുവിടാം അല്ലേ? മെറ്റൽ ആർട്ടുകൾ പല മോഡൽ, ഇത്തരം കാര്യങ്ങളെയാണ് മെറ്റൽ ആർട്ടുകൾ എന്ന് പറയാം. നമുക്ക് ബെഡിന്റെ ബാക്കിൽ വാളിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇവിടെ ചുമരുകളിലൊക്കെ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട്. ഏകദേശം അതിനൊക്കെ എന്ത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ടെന്ന് അറിയാം? ഒരു 4,000 ആ റേഞ്ചിലാണ് വരിക. അടുത്തത് നമ്മുടെ സ്വിംഗ് ചെയർ ആണ്, ഊഞ്ഞാല്. എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇതാണെങ്കിൽ നമുക്ക് 9,800 കൊടുക്കാം. 9,800 മഹാഗണിയിൽ വരുന്നുണ്ട്. മഹാഗണിയാണല്ലേ? പിന്നെ സൈസ് എത്രയാണ് വരുന്നത്? ഇത് 4 ഫൂട്ട് ലെങ്ത് വരുന്നുണ്ട്. അതിന്റെ 5 ഫൂട്ട് ഉണ്ട്. പിന്നെ തേക്ക് വുഡിൽ വരുന്നുണ്ട്. ഇത് മഹാഗണിയിൽ നമ്മൾ ചെയ്ത് വെച്ചാണ്. ഇതിലാണെങ്കിൽ 9,800 4 ഫീറ്റിൽ വരും. 4 ഫീറ്റിൽ അതിന്റെ ചെയിൻ അടക്കമല്ലേ? ചെയിൻ അടക്കാൻ വരുന്നത്. കോഫി ടേബിളുകൾക്കൊക്കെ എന്താ? കോഫി ടേബിളുകൾ നമുക്ക് ഒരു 1,800 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1,800 എക്സ് ടൈപ്പുള്ള 1,800 വരുന്നുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ഇങ്ങനെ 3,200. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കൺവേർട്ടബിൾ സോഫ കം ബെഡാണ്. ഇതിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. 3 സീറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. ഇനി ഇങ്ങനെ വലിക്കുകയാണ് വേണ്ടത് അല്ലേ? വലിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് വരും. ചെറിയ കുട്ടികൾക്കൊക്കെ കിടക്കാൻ പറ്റിയ ഒരു ലെങ്ത് കിട്ടും. ഒരു 4 ഫൂട്ട് ലെങ്ത് കിട്ടും. അപ്പോൾ അത് ഒരു ഓഫീസ് സ്പേസോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സോഫയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്റ്റേ പർപ്പസ് അവിടെ തന്നെ ചെയ്യാൻ പറ്റും. വീട്ടിലേക്കാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഒരു കൗതുകമുള്ള ഒരു സംഭവം. നമുക്ക് TV കാണുന്ന സ്ഥലത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ ശരിയാക്കി കാല് നീട്ടിയിരിക്കാം. റേറ്റ് എന്ത് വരുന്നുണ്ട് ഇതിന്? റേറ്റ് ഇതിൽ നമുക്കൊരു 23. ഇതിന്റെ മെക്കാനിസം കംപ്ലീറ്റ് അയണാണ് വരുന്നത്. കംപ്ലീറ്റ് അതിന്റെ എടുത്ത് പൊന്തിക്കാൻ നല്ല വെയിറ്റ് ഉണ്ടോ? ഇല്ല, ഇത് ചെറിയൊരു വെയിറ്റ് ഉള്ളൂ. ചെറിയ വെയിറ്റ് ഉള്ളൂ. വലിച്ചിടാൻ എല്ലാവർക്കും ചെറിയ കുട്ടികൾ സ്ത്രീകൾക്കൊക്കെ വലിച്ചിടാൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയുള്ളൂ. അടിപൊളി കട്ടിലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മോഡൽ വരുന്നത്. ഓഫറിൽ ഇട്ടോന്നല്ല, ഇവിടുത്തെ നോർമൽ പ്രൈസിൽ തന്നെ അവർ വിൽക്കുന്നതാണ്. ഏകദേശം എന്താ റേറ്റ് വരുന്നത്? ഈ ടൈപ്പ് ഒക്കെ ആകുമ്പോൾ മഹാഗണിയിൽ ചെയ്തു വരുന്ന കട്ടിലാണ്. ഇതിപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ട് 21,500 കൊടുക്കാൻ പറ്റും. 21,500. ഇതിന്റെ ഹെഡ് ബോർഡ് നോക്ക്, നല്ല ഭംഗിയില്ലേ? ഇതേപോലെ തന്നെ രസമുള്ള ഒരു കട്ടിലാട്ടോ ഇതും ഇതേപോലെ നല്ല ഹൈ ആയിട്ട് വരുന്ന ഹെഡ് ബോർഡ് വരുന്ന തരത്തിലുള്ള ഒരു കട്ടിലാണ്. എന്ത് റേറ്റ് ആണ് കൊടുക്കുന്നത്? ഇത് മഹാഗണിയിൽ തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് 22 ലാസ്റ്റ് കൊടുക്കാം. 22. പ്രൈസ് വിഷയമില്ലാത്ത ആൾക്കാർക്ക്, ഈ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കറക്റ്റ് നമ്മളൊരു ഇന്റീരിയർ ചെയ്ത ആ ഒരു ലുക്കും ഫിനിഷും കിട്ടും. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ നിന്നത് ഐഫ ഡെക്കോർ രാമനാട്ടുകര. ലൊക്കേഷൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. ലൊക്കേഷൻ ഓപ്പോസിറ്റ് ടു ചെമ്മലിൽ ജുമാ മസ്ജിദ്. ചെമ്മലപ്പള്ളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. രാമനാട്ടുകര ഫ്ലൈ ഓവർ ഇറങ്ങി കോഴിക്കോട് നിന്ന് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകുന്ന വഴിക്ക് രാമനാട്ടുകര ഫ്ലൈ ഓവർ ഇറങ്ങിയിട്ട് ഒരു 300 മീറ്ററിന്റെ ഉള്ളിൽ റോഡ് സൈഡിൽ തന്നെയുള്ള ഷോപ്പാണ്. പാർക്കിംഗ് സൗകര്യമുണ്ട്. 2 നിലകളാണ് ഇവിടെ ഉള്ളത്. 2 നിലകളാണ്. 2 നിലകളിലായിട്ടാണ് ഇവിടെ സൗകര്യങ്ങൾ വരുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. EMI സൗകര്യം, ബജാജ് EMI സൗകര്യമാണ് ഇവർ ചെയ്യുന്നത്. ഓൾ കേരള ഡെലിവറി വരുന്ന ഒരു സ്ഥാപനമാണ്. വലിയ നെറ്റ്വർക്ക് ഉള്ള ഒരു ഫർണിച്ചർ ഗ്രൂപ്പാണ് ഐഫ ഡെക്കോർ എന്ന് പറയുന്നത്. അവരുടെ ഫർണിച്ചർ വിങ്ങും അവരുടെ ഇന്റീരിയർ വിങ്ങും ഇവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാര്യം, ഇന്റീരിയറിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം, അതേപോലെ ഫർണിച്ചർ നിങ്ങൾക്ക് നോക്കുകയും ചെയ്യാം. ഞാനെപ്പോഴും പറയാറുള്ളത്, നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നേരിട്ട് വരാൻ സാധിക്കുന്ന ആളുകളൊക്കെ നേരിട്ട് തന്നെ വരികയാണെങ്കിൽ കുറെ കൂടെ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട്, ഇത് സോഫയൊക്കെ ആണെങ്കിൽ ഇരുന്ന് നോക്കി ഇഷ്ടപ്പെട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ ഞാൻ നൽകുന്നുണ്ടാവും. ഇങ്ങോട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ